ഓയ് റീസെന്റ് ആയിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുണ്ടു മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അവരുടെ സംസാര ശൈലിയും അവതരണ രീതിയൊക്കെയാണ് അതിലേക്ക് ആദ്യം എന്നെ അത് കാണാനായിട്ട് പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത്. പക്ഷെ അവരതിലൂടെ തന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നൊരു ഇതായിരുന്നു കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൺകുട്ടികൾ നേരിടുന്ന അബ്യൂസിനെ പറ്റിയിട്ടായിരുന്നു അതിൽ അവർ തന്നിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ പെൺകുട്ടികൾക്ക് അബ്യൂസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റിനെയൊക്കെ പറ്റി സംസാരിക്കാറുണ്ടല്ലേ. പക്ഷെ ഇത് സെയിം ടൈം ആൺകുട്ടികളെയും ബാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ എത്രത്തോളം ബോധേഡ് ആണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. സോ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് സ്കൂളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ വീട്ടില് ഇപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ എന്നുള്ളത് ഇപ്പോഴും പാരൻസിനൊക്കെ ഒരു എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്നുള്ളത് അറിയാനായിട്ട് പറ്റത്തില്ല അല്ലെ. സി നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ മക്കളുടെ അടുത്ത് ഗുഡ് ടച്ച് എന്താണ് അല്ലെങ്കിൽ ബാഡ് ടച്ച് എന്താണെന്നുള്ളത് കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെ അബ്യൂസ്മെന്റ് എന്നൊക്കെ ഇവർക്ക് ഒന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതിലൂടെ തന്നെ ഇവരുടെ ഒരു ശരീരത്തിന്റെ പരിധി എന്താണ്, നോ എങ്ങനെ പറയണം, അതല്ല ഇനി അങ്ങനെ വല്ലതും ഹറാസ്മെന്റ് അവർ നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ പാരന്റ്സിന്റെ ആരുടെങ്കിലും തുറന്ന് പറയാനും ഒക്കെ ഈ കുട്ടികളെ കൊണ്ട് ഇത് സാധിക്കും. വൺസ് നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരുടെ ഫിംഗറിന്റെ ടിപ്പിലാണ് ഇപ്പൊ എല്ലാം കിടക്കുന്നത്. പോണോഗ്രാഫി അല്ലെങ്കിൽ മൊബൈൽ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് സെക്സ് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാതെ വേറെ ഒരു രീതിയിലേക്ക് തലത്തിലേക്ക് ഈ വിഷയത്തിനൊക്കെ കൊണ്ടുപോകാനായിട്ട് മക്കളെ കൊണ്ട് പറ്റും. സോ ബി കെയർഫുൾ. മക്കളോട് സംസാരിക്കേണ്ട രീതികളെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് നിങ്ങളെ കൊണ്ട് ഒരാളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കിന്ന് ഒരുപാട് എന്താ പറയുക സൈക്കോളജിസ്റ്റുകളായാലും സൈക്യാട്രിസ്റ്റുകളായാലും ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെയൊക്കെ ഒരു അപ്രോച്ചസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.